ബി.ജെ.പിയുടെ ജനവിരുദ്ധതയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ച് അവരെ അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് പാലക്കാട് LDF സ്ഥാനാർത്ഥി എ. വിജയരാഘവൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി CPM-ന്റെ പാലക്കാട് ജില്ലയിലെ മുതിർന്ന നേതാവായിരുന്ന അന്തരിച്ച P.K. സുധാകരന്റെ ചളവറയിലെ വസതിയിലും മുതിർന്ന CPM നേതാക്കളുടെ വസതികളിലും സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബി.ജെ.പി തുടരുന്ന എല്ലാ നയങ്ങളും സാധാരണക്കാർക്കെതിരാണ്, രാജ്യതാൽപര്യത്തിനെതിരുമാണ്. കോൺഗ്രസ് പാർട്ടി ഇന്നത്തെ ഇന്ത്യയിൽ സ്വീകരിക്കുന്ന നിലപാടുകളിൽ പലതും ബി.ജെ.പിക്ക് ഗുണമായിട്ട് മാറുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ കൂട്ടമായി ബി.ജെ.പിയിൽ ചേക്കേറുകയുമാണ്. യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ ജനവിരുദ്ധതയ്ക്കെതിരെ എല്ലാവരും ഒരുമിച്ച് ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ച് ബി.ജെ.പിയെ അധികാരത്തിൽ നിന്ന് മാറ്റുക എന്ന ഉന്നത രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ അതിന് തയ്യാറാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയോടുകൂടി മാത്രമേ നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വിഷയങ്ങളെ കാണാൻ കഴിയൂ. ഇപ്പോൾ പാർലമെൻറ്റിനകത്ത് ഇടതുപക്ഷ സാന്നിധ്യം എന്നത് നമ്മുടെ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടി ശരിയായ നിലപാടെടുക്കാൻ അനിവാര്യമാണ്. ഇപ്പോൾ കേരളം ഇന്ത്യയിലെ പൊതു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവമുള്ള നാടാണ്. സമാധാനമുണ്ട്, സാമൂഹ്യ തുല്യതയുണ്ട്, എല്ലാ ജനവിഭാഗങ്ങൾക്കും വളരെ സ്നേഹ സൗഹൃദത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ആ കേരളീയ അന്തരീക്ഷം ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ കേരളത്തിന് നേരെ വലിയ കടുത്ത അവഗണന, നിഷേധാത്മക സമീപനം കേന്ദ്രം തുടരുന്നുണ്ട്. മികച്ച സംഘടനാ പ്രവർത്തനമുള്ള CPM പാലക്കാട് ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് സ്വാഭാവികമായിട്ടും CPM-ൻ്റെ ബഹുജന പിന്തുണ ഏറെയുള്ളൊരു നിയോജകമണ്ഡലമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പരാജയപ്പെട്ടെങ്കിലും അതിനു മുമ്പുള്ള 6 തെരഞ്ഞെടുപ്പിൽ നമ്മൾ LDF ജയിച്ചതാണ്. നമുക്ക് ഈ ലോക്കൽ ബോഡീസ് പ്രാദേശിക തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച വോട്ട് കിട്ടിയൊരു ജില്ലയാണ് പാലക്കാട് ജില്ല. അപ്പോൾ ആ നിലയിൽ മികച്ച സംഘടനാ പ്രവർത്തനം വഴി ഇടതുപക്ഷത്തിന് വിജയിക്കാൻ എല്ലാ സാധ്യതയുമുള്ള നിയോജകമണ്ഡലമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചാണ് പാലക്കാട് LDF സ്ഥാനാർത്ഥി ഷൊർണൂർ മണ്ഡലത്തിലെ മുതിർന്ന നേതാക്കളുടെ വസതികളിലെത്തിയത്. CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അന്തരിച്ച P.K. സുധാകരന്റെ ചളവറയിലെ വസതിയിലെത്തി പത്നി നന്ദിനിയുമായി കൂടിക്കാഴ്ച നടത്തി. മുണ്ടുകോട്ടുകുറിശി കൊണ്ടോടിയിൽ ഗോപാലകൃഷ്ണൻ നായർ, ഉപ്പത്ത് രാമകൃഷ്ണൻ എന്നിവരെയും വസതിയിലെത്തി സന്ദർശിച്ചാണ് മടങ്ങിയത്.